എല്ലാ വീട്ടിലും ഉണ്ടാവും ഇതുപോലെ നേന്ത്രപ്പഴം ഇങ്ങനെ വെറുതെ എടുക്കുന്നത്. പിന്നെ ഇത് വെച്ച് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ 2 ചെറിയ നേന്ത്രപ്പഴം കേട്ടോ എടുത്തത്. അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം മുളകും പൊടി ഇടാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പഴം കൂടി ചേർത്ത് നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ലാസ്റ്റ് സുർക്ക ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പിഞ്ച് കായം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്